ടർഫിൽ കളിയും ചിരിയുമായി ആ കുട്ടിക്കൂട്ടം ഒത്തുകൂടി. എന്നാൽ ഇത് വെറും കളിയായിരുന്നില്ല. പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതിന്റെ ആവേശമായിരുന്നു. കരേക്കാട് മമ്പൗൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളായ ഇവർ സമസ്ത പൊതുപരീക്ഷാ ഫലം പുറത്തുവന്നപ്പോൾ മികച്ച വിജയമാണ് നേടിയത്. പരീക്ഷയ്ക്ക് മുൻപേ മദ്രസ അധികൃതർ ഇവർക്ക് നൽകിയ വാഗ്ദാനം കൂടിയായിരുന്നു ടർഫിലെ കളി. പ്രത്യേക ക്ലാസുകളും പരിശീലനങ്ങളുമായി കഠിന പ്രയത്നത്തിലായിരുന്ന ഈ മിടുക്കന്മാർക്ക് ഉന്നത വിജയം നേടിയാൽ ഫുട്ബോൾ മൈതാനത്തെ കളിയായിരുന്നു കാത്തിരുന്നിരുന്നത്. ഇവരുടെ മാനസികോല്ലാസം കൂടി ലക്ഷ്യമിട്ടായിരുന്നു അധികൃതർ ഇത്തരമൊരു പദ്ധതി ഒരുക്കിയത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പൊതുപരീക്ഷൻ്റെ റിസൾട്ട് വന്നു. ഇപ്പോൾ മമ്പൗൽ ഇസ്ലാം കരുവഞ്ചേരി മദ്രസ അപ്പോൾ വടക്കുംപുറം റേഞ്ചിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ടർഫിലേക്ക് ഞങ്ങളുടെ വരവ്. കാരണം പരീക്ഷയുടെ 1 മാസം മുമ്പ് വൈകുന്നേരം സമയങ്ങളിൽ കുട്ടികൾ കഠിനമായിട്ടുള്ള പ്രയത്നം തുടങ്ങിയതാണ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും, മദ്രസയിലേക്ക് വരും. ആ സമയത്ത് കുട്ടികൾക്ക് പ്രത്യേക സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുത്ത് അതോടൊപ്പം നിരന്തരമായി കുട്ടികളെ പരീക്ഷകൾ എഴുതിച്ച് അപ്പോൾ ആ സമയത്തൊക്കെ കുട്ടികളുടെ നമ്മുടെ കരേക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളുടെ ഒരു പ്രത്യേക ലഹരി എന്താണ്, ഫുട്ബോളും കൂടെയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ലഹരി നമ്മുടെ നാട്, നമ്മുടെ ചുറ്റുഭാഗങ്ങളൊക്കെ ലഹരി മാഫിയയുടെ അഡിക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ എന്നുള്ളത് നമ്മുടെ ചെറിയ മക്കളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ലഹരി എന്താക്കുക, നമ്മുടെ മലപ്പുറത്തിൻ്റെ സംസ്കാരത്തോട് യോജിച്ച ഫുട്ബോൾ, അതേപോലെ മദ്രസകളിലെ പരീക്ഷകളിൽ, സ്കൂളിലെ പരീക്ഷകളിൽ, ഈ പരീക്ഷകളിലൊക്കെ നമ്മുടെ കുട്ടികൾ ഉയർന്ന വിജയം കരസ്ഥമാക്കുക എന്നുള്ളത് നമ്മുടെ മദ്രസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ റിസൾട്ട് വന്ന സമയത്ത് പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിലായാലും 7ാം ക്ലാസ്സിൽ ഞങ്ങളുടെ മദ്രസയിൽ എല്ലാ കുട്ടികളും 100% കൂടെ വിജയം കൈവരിക്കുകയും അതോടൊപ്പം 5ാം ക്ലാസ് 10 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 2 കുട്ടികൾ ടോപ്പ് പ്ലസും അതിൻ്റെ പുറമെ 6 കുട്ടികൾ ഡിസ്റ്റിങ്ഷനും ബാക്കിയുള്ള കുട്ടികൾ ഫസ്റ്റ് ക്ലാസ്സും വാങ്ങി. അപ്പോൾ റേഞ്ച് തലത്തിൽ തന്നെ ഉന്നത വിജയമാണ് നമ്മുടെ മദ്രസയിലെ കുട്ടികൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് നിരന്തരം ആനുകാലിക സാഹചര്യത്തിൽ അവർക്ക് വേണ്ട രീതിയിൽ, അതായത് ഓരോ കുട്ടിക്കും എന്താണ് ആവശ്യം, ഓരോ കുട്ടിയോടും എങ്ങനെ നമ്മൾ സമീപിക്കണം എന്ന് ഉസ്താദുമാർ മനസ്സിലാക്കി കുട്ടികളോട് പെരുമാറുന്ന രീതിയാണ്. അപ്പോൾ ചില കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കഠിനമായ രീതിയിൽ അവരോട് ശാഠ്യം പിടിക്കേണ്ടി വരും, അവരെ ചിലപ്പോൾ ചെറിയ തോതിൽ അടിക്കേണ്ടി വരും. എന്നാൽ ചില കുട്ടികളോട് നമ്മൾ സമീപിക്കുമ്പോൾ അവരോട് ലളിതമായിട്ട് സൗഹൃദത്തിലൂടെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, ഓരോ കുട്ടികൾക്ക് ഓരോ പ്രകൃതമാണ്. അത് നമ്മൾ സൈക്കോളജി പഠിച്ച ആളുകൾക്ക് അത് മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം ഓരോ കുട്ടികളും വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി അവരെ ഉന്നമന രീതിയിലേക്ക്, അവരെ ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസവും അവരുടെ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസവും ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ നാട് ഈ ലഹരി മാഫിയയുടെ പിറകെ പോകുമ്പോൾ പഠനത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ കുട്ടികൾ രസിച്ച് പഠിക്കട്ടെ. പുതിയ കുട്ടികൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കുമ്പോൾ അത് കുട്ടികൾക്ക് വലിയൊരു പ്രയാസമാവും. നേരെ മറിച്ച് കുട്ടികൾക്ക് നമ്മൾ ചെറിയ ഓഫറുകൾ, അവർക്ക് രസകരമായിട്ട് ഇങ്ങനത്തെ, ഇപ്പോൾ ആ സമയത്ത് അവരുടെ കളി മുടങ്ങിയതിന് നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഉസ്താദുമാർ കുട്ടികളെല്ലാവരും കൂടി പരീക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ടർഫിൽ കളിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ കുട്ടികൾക്ക് മന്തി വാങ്ങി കൊടുക്കുക, അതൊക്കെ രസകരമായിട്ടുള്ള ചില പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ നാട് ലഹരിയുടെ പിന്നാലെ പോകുമ്പോൾ, ലഹരി മാഫിയയുടെ പിന്നാലെ പോകുമ്പോൾ വരുന്ന തലമുറ, ഈ ചെറിയ കുട്ടികളെ ചെറിയ ഇളം പ്രായം മുതൽ തന്നെ അവരുടെ ലഹരി നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനവും അതേപോലെ പഠന രീതികളും അതോടൊപ്പം ഫുട്ബോളും കളികളും കുട്ടികളുടെ ആരോഗ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് കളി എന്നുള്ളതൊക്കെ. അതൊക്കെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നാടും പരിസരവും ലഹരിക്കടിമയായ കാലഘട്ടത്തിൽ പഠനവും ഫുട്ബോളും ലഹരിയാക്കി മാറ്റുക കൂടിയാണ് മദ്രസ അധികൃതരുടെ ലക്ഷ്യം. പഠനത്തോടൊപ്പം കുട്ടികളുടെ കലാകായിക കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനും ആത്മീയ പുരോഗമനങ്ങൾക്കും വേണ്ടി ഉസ്താദുമാരും കമ്മിറ്റിയും ചേർന്ന് നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. നമ്മൾ മാസത്തിൽ 2 വട്ടം കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് നീന്തൽ മത്സരങ്ങൾ, അതിന് അറിയാത്ത കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുക, ഓട്ട മത്സരങ്ങൾ, മറ്റതൊക്കെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഭൗതികവും ആത്മീയപരമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള എല്ലാ നിലക്കുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള എല്ലാ നിലക്കുള്ള മുന്നേറ്റവും ഞങ്ങളുടെ മദ്രസയിൽ നിന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ചെയ്യാറുണ്ട്, ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം കളിക്കാനും പഠിക്കാനൊക്കെ ഞങ്ങൾ നല്ല മുമ്പിൽ നിർത്തിക്കൊണ്ട് മുമ്പിലേക്ക് നിർത്താനുള്ള കാരണം എന്താ? സപ്പോർട്ട് കളിക്കാൻ വരണമെങ്കിലൊക്കെ അങ്ങനെയുള്ള കാരണം ആരായിരുന്നു? ഉസ്താദുമാരും എല്ലാവരും ഞങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. പൊതുപരീക്ഷയ്ക്ക് ഞാനൊക്കെ പൊതുപരീക്ഷ എഴുതിയ ആളായിരുന്നു. അപ്പോൾ പൊതുപരീക്ഷ എഴുതാനൊക്കെ ഞങ്ങൾക്കെല്ലാം ആത്മാർത്ഥതയൊക്കെ തന്ന ആൾക്കാരായിരുന്നു ഉസ്താദുമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം കളി ഉണ്ടായിരുന്നത് എങ്ങനെയാണ്?
അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുപരീക്ഷ ഉന്നത വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കാൻ ടർഫ് കൊണ്ടുവരാനായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കല്ല ഉന്നത മാർക്കൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങൾ ടർഫൊക്കെ ഓടുന്നു. സമസ്ത പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച വിജയം നേടി റേഞ്ച് തലത്തിലും ഉന്നത സ്ഥാനം നേടിയത് മമ്പൂൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളായിരുന്നു. 100% വിജയത്തോടൊപ്പം 2 ടോപ്പ് പ്ലസും മിക്ക കുട്ടികൾക്കും ഡിസ്റ്റിങ്ഷനും ലഭ്യമായി. ഓരോ കുട്ടികളെയും വ്യക്തിപരമായി മനസ്സിലാക്കിയാണ് ഇവിടുത്തെ പഠനരീതി. രസിച്ച് പഠിക്കുന്നതോടൊപ്പം അഭിരുചികളെയും ചേർത്തുപിടിച്ചാണ് ഈ മിടുക്കന്മാർ ഉന്നത വിജയം നേടി മാതൃകയായിരിക്കുന്നത്. Even